ഹലോ മക്കളെ, നാളത്തെ നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഒരു ക്രോസ് വേർഡ് പസിൽ ചോദ്യം എന്തായാലും പരീക്ഷയിൽ ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. ഇത് വരുമ്പോൾ ചെയ്യാൻ പറ്റണം. ഒബ്വിയസ്ലി ഓരോ പരീക്ഷയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വരിക. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഇത് ബൈഹാർട്ട് പഠിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷയിൽ ഏതാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് രണ്ട് ചോദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ സംഭവം കിട്ടി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാമിൽ കിട്ടും. മാത്രമല്ല, ഒരു എക്സാമിൽ ആക്ച്വലി വന്ന ഒരു ചോദ്യം കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അതും കൂടി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം വേണം ഒന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളി, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിടാം. ഓക്കെ, അക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ കേട്ടോ, ഹൊറിസോണ്ടൽ ആണ് അക്രോസ്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് താഴേക്ക് താഴേക്ക്. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 3 എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് അക്രോസ് ആണുള്ളത്. അക്രോസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ഫ്രം ഡേർട്ട്, ചെളിയിൽ നിന്ന് ഫ്രീ ആവുക. അതിന് നമ്മൾ ക്ലീൻ എന്നാണ് വിളിക്കുക. അത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. പരീക്ഷയിൽ ആക്ച്വലി വരുന്ന ചോദ്യത്തിന് കുറച്ചുകൂടി ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം 1 ഇവിടെ കൊടുത്തില്ല. ക്ലീൻ വിത്ത് വാട്ടർ അക്രോസ് ആണ് 1. അപ്പൊ അക്രോസ് 1 എന്താ? അക്രോസ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, താഴേക്കല്ല, റൈറ്റ് അഥവാ ഹൊറിസോണ്ടൽ കേട്ടോ. ഓക്കെ, അപ്പൊ അക്രോസ് ക്ലീൻ വിത്ത് വാട്ടർ. എന്ത് ക്ലീൻ വിത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുക, കഴുകുക. വാഷ് എന്നല്ലേ പറയുക. അപ്പൊ അത് വാഷ് ആയിരിക്കും. WASH, വാഷ്. മാച്ചായി, സൂപ്പർ. ഒരു S കിട്ടുകയും ചെയ്തു. അപ്പൊ കിട്ടിയത് വെച്ച് ബാക്കി എന്താണ് ചെയ്യാൻ എളുപ്പം. അപ്പൊ 2 ഡൗൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കിട്ടി, ഇത് ഓൾറെഡി അവർ തന്നു, ഇത് മുകളിലത്തെ നമുക്ക് കിട്ടുകയും ചെയ്തു. കിട്ടിയതൊക്കെ കിട്ടോ. 2 ക്ലീൻ വിത്ത് എ ബ്രൂം. ബ്രൂമും കൊണ്ട് അടിച്ചു വാരുക. അടിച്ചു വരുന്ന എന്താ പറയുക? S വെച്ചാൽ തുടങ്ങുന്നത് അല്ലേ? 2 ഡൗൺ S വെച്ചാൽ തുടങ്ങുന്നത്. എന്തായിരിക്കും അടിച്ചു വരുന്നതിന്? സ്വീപ്പ് ചെയ്യുക അല്ലേ? സ്വീപ്പ്. അപ്പൊ മാച്ച് ആവുന്നുണ്ടോ നോക്കി? സ്വീപ്പ്. മാച്ചായി. അപ്പൊ പണി എളുപ്പമായി. അപ്പൊ അത്രയും ഭാഗം നമുക്ക് കിട്ടി. അപ്പൊ 2ഉം കിട്ടി. ഇനി ഇവിടെ C വെച്ച് തുടങ്ങുന്ന ഡൗണിലേക്ക് ഒരെണ്ണം കിട്ടാനുണ്ട് അല്ലേ? അപ്പൊ 3 ഡൗൺ എന്താ? ടു കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അപ്പൊ കട്ട് ചെയ്യുന്നതിന് എന്താ പറയുക? റിപ്പീറ്റഡ് ഷാർപ്പ്. വെജിറ്റബിൾസ് ഒക്കെ അരിയാ അല്ലെ? വെജിറ്റബിൾസ് അരിയല്ല, അങ്ങനെ അങ്ങനെ മുറിച്ച് ആക്കുക. ചോപ്പിംഗ് അല്ലേ? ചോപ്പ് ചെയ്യുക. C വെച്ചാൽ തുടങ്ങുന്ന കൊണ്ട് എളുപ്പമായി, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചോപ്പ് ചെയ്യാന്ന് കിട്ടി. പിന്നെന്താ? ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. 4 തിങ് യൂസ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. ഫ്ലോർ വൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താ? മോപ്പ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം ഇങ്ങനെ കിട്ടിക്കോളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അവിടെ വിടുക, അടുത്ത കിട്ടുക. അപ്പോൾ ഏതെങ്കിലും ലെറ്റർ കിട്ടുമ്പോഴത്തേക്ക് അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും പറ്റും. മീൻസ് ഇവിടെ P ആണ് അവസാനം വന്നുകൊണ്ട് നമുക്ക് മോപ്പ് എന്നുള്ള ഏതാണ് ഉറപ്പായില്ല. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും എന്തായിരിക്കും സംഭവം എന്നൊക്കെ മനസ്സിലായി. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇതുപോലെ ഒരു ക്രോസ് വേൾഡ് ആക്ച്വലി എക്സാമിൽ വന്നൊരു ചോദ്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കുക. എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വേണം എന്ത് ചെയ്യാം? ഫസ്റ്റ് 1 തന്നെ ചെയ്യാം. 1 അക്രോസ് ഇതാണ്. ദ വേർഡ് ദാറ്റ് മീൻസ് മെയിൽ സെർവൻറ്റ്. മെയിൽ സെർവൻറ്റ് ഉപയോഗിക്കുന്ന B വെച്ചാൽ തുടങ്ങുന്ന T ഉണ്ട്. ബട്ട്ലർ ആയിരിക്കും അല്ലേ? ഇനി സാറേ ഞങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലോ? നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. കിട്ടിക്കോളും ഓട്ടോമാറ്റിക്കലി. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അപ്പൊ അത് കിട്ടി. ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് യൂസ്ലെസ്, യൂസ്ഫുൾ എന്നായിരിക്കും അല്ലെ? നമുക്ക് നോക്കാം. 2 അക്രോസ് അവിടെ ഇതാണ്. ആ U വെച്ചിട്ട് അവിടെ നിന്ന്. അപ്പൊ യൂസ്ഫുൾ എന്നായിരിക്കുമല്ലോ. കൂടുതൽ ആലോചിക്കുന്നില്ല. യൂസ് ഫുള്ള് കറക്റ്റാണ്. അതും കിട്ടി. മെഷീൻ ദാറ്റ് വർക്ക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്ങിനെ പോലെ വർക്ക് ചെയ്യുന്ന മെഷീൻ എന്തായിരിക്കും? നമുക്ക് അറിയാലേ. 3 R വെച്ചാൽ തുടങ്ങുന്നത്. അപ്പൊ റോബോട്ടാണ്. എന്തായാലും റോബോട്ട്. കഴിഞ്ഞു. അതെ, എക്സാമിന് ഭയങ്കര എളുപ്പമാണ്. കാരണം പലതും അവർ തരും. R ഉം B യും തന്നു, W ഉം P എല്ലാം തരുന്നുണ്ട്. അപ്പൊ എളുപ്പമാണ് നമുക്ക്. 4 എ പേഴ്സൺ ഹു വിസിറ്റ്സ് എ പ്ലേസ് ഫോർ പ്ലഷറിന് വിസിറ്റ് ചെയ്യുന്നത്. 4 ആണ്. 4 ഡൗൺ ആണ്. 4 ഡൗൺ എന്നാണ് ഇത്. T വെച്ചാൽ തുടങ്ങുന്നത്. T വെച്ച് തുടങ്ങുന്ന ടൂറിസ്റ്റ് ആയിരിക്കില്ലേ? TOUS കറക്റ്റ് ആണ്. TOURIST കറക്റ്റ്. മാച്ചായി. പിന്നെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ടു ക്ലീൻ യൂസിങ് ക്ലോത്ത്. എന്തായിരിക്കും? W വെച്ച് തുടങ്ങുന്നത്. എന്താണ്? വൈപ്പ് ചെയ്യാന്നായിരിക്കും. വൈപ്പ്. കഴിഞ്ഞു. അപ്പൊ ദാറ്റ് സിമ്പിൾ. അപ്പോൾ എക്സാമിന് വരുമ്പോൾ കണ്ടോ, കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തപ്പോൾ അത്രയും തന്നിട്ടില്ല അവര് അല്ലേ? ആകെ ഒരു ക്ലീൻ മാത്രമേ എഴുതുന്നുള്ളൂ. എക്സാമിന് വരുമ്പോൾ പൊതുവെ എന്താണ്, കുറച്ചും കൂടി അവർ ഇങ്ങനെ ഫില്ലൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ പാനിക് ചെയ്യേണ്ട. ഏതെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ആ വീട്ടിൽ അടുത്തേക്ക് പോകുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യം മിസ്സായത് കിട്ടാനുള്ള ചാൻസ് കൂടും. കാരണം നമുക്ക് ഏതെങ്കിലുമൊക്കെ ലെറ്റേഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ പേടിക്കേണ്ട, സിമ്പിളായിട്ട് പോയി അങ്ങോട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലത്തെ ക്രോസ് വേർഡ് പരീക്ഷയിൽ വരും. എന്തായാലും വന്നു കഴിയുമ്പോൾ ഫുൾ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്ക് എല്ലാ പരീക്ഷയ്ക്കും അടിപൊളി കിടലും ക്ലാസ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.